ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകാൻ പോകുന്നത് വിദേശികളുടെയും സ്വദേശികളുടെയും ഒരുപോലെ ആകർഷണമായ ഗോവയിലേക്കാണ്. ഗോവ ഇന്ത്യയിലെ പശ്ചിമ ഭാഗത്തുള്ള ഒരു ചെറിയ സമുദ്രോത്തര സംസ്ഥാനമാണ്. അതിന്റെ മനോഹരമായ കടലോരങ്ങൾ, ഉത്സാഹഭരിതമായ രാത്രി ജീവിതം, സമ്പന്നമായ ചരിത്രം എന്നിവയ്ക്ക് പ്രശസ്തമാണ്. കടലോരങ്ങൾക്ക് പുറമെ ഗോവ നിരവധി പ്രകൃതി ദൃശ്യങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ, ചരിത്ര ഭവനങ്ങൾ, ദർശന ക്ഷേത്രങ്ങൾ എന്നിവ കൊണ്ടും പ്രശസ്തമാണ്. എന്നാ ഇനി നമുക്ക് ഫോർട്ട് അഗോഡ കാണാൻ പോയാലോ? ഗോവയിലെ സിൻഗിരിൻ ബീച്ചിലാണ് ഫോർട്ട് അഗോഡ സ്ഥിതി ചെയ്യുന്നത്. ഇതിനോടൊപ്പം ഒരു ലൈറ്റ് ഹൗസും സ്ഥിതി ചെയ്യുന്നു. ഡച്ചുകാരിൽ നിന്ന് സംരക്ഷണത്തിനായിട്ടാണ് അഗോഡ ഫോർട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഡോൾഫിനുകളെ കാണാൻ പോയാലോ? അതെ, ഡോൾഫിൻ ബീച്ച് ഗോവയിലെ തെക്കൻ ഭാഗത്ത്, പ്രത്യേകിച്ചും പലോലയം ബീച്ചിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ശാന്തവും മനോഹരമായ ഇടമാണ്. ഇതാ നോക്കൂ, അവിടെയുടെയായി ഡോൾഫിനുകളെ കാണാം നമുക്ക്. അറബിക്കടലിൽ ഈ ഭാഗത്തായി ഇങ്ങനെ പ്രത്യേക ആകർഷണവുമായി ഡോൾഫിനുകളെ കാണുന്നത് കൊണ്ട് തന്നെയാണ് ഇവിടെ ഡോൾഫിൻ ബീച്ച് എന്ന് പേര് വന്നത്. ഡോൾഫിനുകളെ കൂടാതെ ഈ പ്രദേശം പ്രാദേശിക വന്യജീവികളാൽ സമ്പന്നമാണ്. സഞ്ചാരികൾക്ക് പലതരം പക്ഷികളെയും മറ്റു ജീവജാലങ്ങളെയും കാണാനും ആസ്വദിക്കാനും സാധിക്കുന്നതാണ്. ഇനി ഒന്ന് ബീച്ചിൽ ഇറങ്ങിയാലോ? എന്നാൽ പിന്നെ ബാഗ ബീച്ചിൽ ഇറങ്ങുന്നത്. ബാഗ ബീച്ച് ഗോവയിലെ ഏറ്റവും പ്രശസ്തമായ ബീച്ചാണ്. വിവിധ പ്രവർത്തനങ്ങളും ആസ്വദിക്കാൻ ധാരാളം വിനോദസഞ്ചാരികൾ ഇവിടെ എത്തിച്ചേരാറുണ്ട്. ഇവിടുത്തെ ആക്ടിവിറ്റീസ്, എന്റർടൈൻമെന്റ്, ഡൈനിങ് ഓപ്ഷൻസ്, ഫൺ, അഡ്വഞ്ചർ, റിലാക്സേഷൻ ഇതെല്ലാമാണ് വിനോദസഞ്ചാരികളെ കൂടുതലായിട്ടും ആകർഷിക്കുന്നത്. ഓൾഡ് ഗോവയിൽ സ്ഥിതി ചെയ്യുന്ന ബസിലിക്ക ഓഫ് ബോം ജീസസ്, അവിടെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഒരു കത്തോലിക് ബസിലിക്കയാണിത്. ബസിലിക്ക എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, അതൊരു ഗ്രീക്ക് വേർഡാണ്. ചർച്ച് എന്നാണ് എൻ്റെ മീനിങ്. അപ്പോൾ ഈ ചർച്ചിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഒരു പിൽഗ്രിം സെന്റർ ആയിട്ട് യുനെസ്കോ അംഗീകരിച്ചിരിക്കുന്ന ചർച്ചാണിത്. ഞങ്ങൾ ഇത്രയും പേരാണ് ഈ ഗോവ ട്രിപ്പിൽ ഉണ്ടായിരുന്നത്. എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പ് ഫോട്ടോ? അടുത്തതായി മാഡ്രിഡേഴ്സ് ചർച്ചിലേക്ക് പോവാം. മാതൃദേവി മഠം എന്നും ഇവിടെ അറിയപ്പെടുന്നു. ഇവിടം ശാന്തവും ദിവ്യവുമായ അന്തരീക്ഷം കൊണ്ട് പ്രശസ്തമാണ്. ഗോവയുടെ പോർച്ചുഗീസ് കലയും കർശനമായ ഹിന്ദു കത്തോലിക്ക സംസ്കാരം മിശ്രവും കൂടി പ്രദർശിപ്പിക്കുന്ന ഒരു മനോഹരമായ കെട്ടിടമാണിത്. മാതൃദേവി എന്നറിയപ്പെടുന്ന ദേവിയുടെ പ്രതിമ ചർച്ചിൽ വമ്പിച്ച സ്ഥാനം അനുഷ്ഠിക്കുന്നു. മാതൃദേവി മഠത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് ദേവി എന്നും ഒരു വിശ്വാസമുണ്ട്. അത് വിശ്വാസികൾക്ക് ആത്മീയമായ സംരക്ഷണവും അനുഗ്രഹവും നൽകുന്നു എന്ന് കരുതപ്പെടുന്നു. ഇവിടെ എത്തുന്നവർക്ക് ദൈവത്തിന്റെ അനുഗ്രഹം ലഭിക്കുമെന്ന വിശ്വാസത്തോടെയാണ് ഇവിടുത്തെ ചടങ്ങുകൾ നടത്തപ്പെടുന്നത്. അടുത്തതായി നമുക്ക് ബിഗ് ഫുട്ടിലേക്ക് പോകാം. ബിഗ് ഫുട്ട് ഗോവ ദക്ഷിണ ഗോവയിലെ ലൗട്ടോളിയം ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രത്യേക സാംസ്കാരികവും പരമ്പരാഗതവുമായ പാർക്കാണിത്. ചിതറിയ കാലടി ശില്പങ്ങൾക്കൊപ്പം ബിഗ് ഫുട്ടിൽ നിരവധി ഗോവൻ കലാരൂപങ്ങളും പ്രദർശിപ്പിക്കുന്നു. കൂടാതെ പരമ്പരാഗത ഗോവൻ വീടുകൾ, പ്രാദേശിക കലാരൂപങ്ങൾ, ശില്പങ്ങൾ എന്നിവ. ഇനി എന്നാൽ ഒരു നൈറ്റ് പാർട്ടി ആവാമല്ലേ? ലോകമെമ്പാടുമുള്ള പാർട്ടി പ്രേമികളെയും സംഗീത പ്രേമികളെയും ആകർഷിക്കുന്ന ഒന്നാണ് ഗോവയിലെ രാത്രി ജീവിതം. പകൽ തിരക്കുകളും ബീച്ചിന്റെ സുന്ദരമായ ദൃശ്യങ്ങളും വിട്ട് രാത്രി ഗോവയുടെ കുളിരുന്ന കാലാവസ്ഥയെ ഉത്സവമായി ആസ്വദിക്കാനായി നിരവധി അവസരങ്ങൾ ഇവിടെ ലഭ്യമാണ്. അങ്ങനെ 3 ദിവസത്തെ ഗോവ യാത്രയ്ക്ക് ഒട്ടും വിശ്രമമില്ലാതെ ഒരവസാനം. ഫോർട്ട് അഗോഡയും ബാഗ ബീച്ചും ഡോൾഫിൻ ബീച്ചും ഗോവയുടെ മനോഹരമായ ചർച്ചുകളും പ്രൈവറ്റ് നൈറ്റ് പാർട്ടികളും എല്ലാം ഒരുപാട് ആസ്വദിച്ച് ഞങ്ങൾ മടങ്ങുകയാണ്. എല്ലാം കൂടി കലർന്ന ഒരു അനുഭവമായിരുന്നു. ഇനി വീടുകളിലേക്ക് തിരികെ പോവുകയാണ്. പക്ഷെ ഹൃദയത്തിൽ ഗോവയുടെ സന്തോഷവും സൗന്ദര്യവും എൻജോയ്മെന്റും എല്ലാം നിലനിൽക്കും. വീണ്ടും ഒത്തുകൂടാമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ